O2 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? അപ്പോൾ O3 എന്ന് പറഞ്ഞാലോ ഓസോൺ ലെയർ ആണ്. ഇന്ന് സെപ്റ്റംബർ 16 ഓസോൺ ഡേ ആണ്. അപ്പോൾ ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അന്താരാഷ്ട്ര ഉടമ്പടി രൂപകൽപ്പന ചെയ്തു. അതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓസോൺ പാളി എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയർ റീജിയനിൽ കാണപ്പെടുന്ന ഒരു ലെയറാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിനെ, അതായത് നമ്മളുടെ ഭൂമിയെയും ജീവജാലങ്ങളെയും ഒക്കെ സൂര്യന്റെ UV റേസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പാളിയാണ് ഓസോൺ പാളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓസോൺ പാളിയിൽ ഡാമേജസ് അല്ലെങ്കിൽ വിള്ളൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ വരികയും അതൊരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അതായത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുക, അതേപോലെ ഐസ് മെൽറ്റ് ചെയ്യുക, വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് ഭൂമിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതേപോലെ രോഗങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകും. അപ്പോൾ ഓസോൺ ലെയർ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മറക്കണ്ട, സെപ്റ്റംബർ 16 ഓസോൺ ഡേ.